ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ 5ാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 35 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ഓഫ് പാർട്ട്, ഭാഗത്തിൻ്റെ ഭാഗം. ചോദ്യം നോക്കാം നമുക്ക്. സുഹറ ഹാസ് എ 1 meter ലോങ് സിൽക്ക് റിബൺ. ഷീ ഗേവ് ഹാഫ് ഓഫ് ഇറ്റ് ടു സൗമ്യ. ഷീ ഇൻ ടേൺ ഗേവ് ഹാഫ് ഓഫ് ദിസ് ടു റീന. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീസ് റീന ഗോട്ട്? സുഹറയുടെ കയ്യിൽ 1 മീറ്റർ നീളമുള്ള പട്ടുനാടയുണ്ട്. സുഹറ അതിൻ്റെ പകുതി സൗമ്യയ്ക്ക് കൊടുത്തു. സൗമ്യ അതിൻ്റെ പകുതി റീനയ്ക്ക് കൊടുത്തു. റീനയ്ക്ക് കിട്ടിയത് എത്ര മീറ്ററാണ്? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചേക്കുന്ന ഇതാണ്. 1 മീറ്റർ നീളമുണ്ട് പട്ടുനാടയ്ക്ക്. സുഹറ അതിൻ്റെ പകുതി സൗമ്യയ്ക്ക് കൊടുത്തു. അതിൻ്റെയും പകുതിയാണ് റീനയ്ക്ക് കൊടുത്തത്. അപ്പോൾ ചോദ്യം റീനയ്ക്ക് എത്ര കിട്ടി എന്നുള്ളതാണ്. നോക്കിയേ, 1 മീറ്റർ എന്നുള്ളതിനെ നമ്മൾ പകുതിയാക്കുമ്പോൾ നമുക്കറിയാം 1/2 മീറ്റർ എന്ന് കിട്ടും. 2/1 ഭാഗം അല്ലേ? ഇനി 2/1 ഭാഗത്തിൻ്റെയും പകുതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ പകുതി കണ്ടുപിടിക്കാനായിട്ട് ഈ 1 മീറ്ററിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഈ ഹാഫിൻ്റെ പകുതി നമുക്ക് കിട്ടും. അതെത്രയാണ്? 1/4 മീറ്റർ. പിന്നെ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ പീസ് റീന ഗോട്ട്. റീനയ്ക്ക് കിട്ടിയ പട്ടുനാടയുടെ നീളം എന്ന് പറയുന്നത് എന്ത് വരും? ഹാഫ് ഓഫ് ഹാഫ്, 1/2 2/1 ഭാഗം. 2/1 ഭാഗം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഫ്രാക്ഷൻസാണ് തന്നേക്കുന്നത്. നേരത്തെ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും തന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ 2 ഫ്രാക്ഷൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഹാഫ് ഓഫ് ഹാഫ് എന്ന് പറയുമ്പം 1/2 ഇൻറ്റു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2. ഇവിടെ ചെയ്തേക്കുന്ന ഇതാണ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പം 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4. അപ്പം നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 1/4. അപ്പം റീനയ്ക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 1/4 മീറ്റർ. ഇനി നമുക്ക് പേജ് 35 പ്രോബ്ലം നോക്കാം. എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter ഈസ് കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് 1 such piece? ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ്? 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. ഇതിൽ ഒരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ? അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്. 1 മീറ്റർ നീളം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ഈക്വൽ പാർട്സ് ആയിട്ടാകുമ്പം ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്ത് വരും? 1/5 എന്ന് വരും. 5 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ അതിലൊരു ഭാഗം എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. ഇനി ഈ 1/5ൻ്റെ ഇതിൽ ഒരു കഷ്ണത്തിൻ്റെ പകുതി നീളം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ 1/5 പാർട്ടിൻ്റെ ഹാഫാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ പകുതി 1/5ൻ്റെ പകുതി അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ 1/5 ഇൻറ്റു 1/2. ലെങ്ത് ഓഫ് 1 such piece എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/5 ഇൻറ്റു 1/2. 1/5ൻ്റെ പകുതി. അപ്പോൾ 1/5 ഇൻറ്റു 1/2 നമ്മൾ ചെയ്തു. അതായത് 1/5 ഇൻറ്റു 2 ഈക്വൽ ടു 1/10 മീറ്റർ. ഇനി അത് സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1/10 മീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/10 ഇൻറ്റു 100. അപ്പം ഇവിടെ നമ്മൾ 0 2 ക്യാൻസൽ ചെയ്ത് നമുക്കവിടെ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ 10 സെൻറ്റിമീറ്ററാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 1 liter of milk fills 2 identical bottles. A quarter of the milk in 1 bottle is used to make a cup of tea. How much milk was used to make tea? How many milliliters? 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിൽ ഒരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ? അപ്പോൾ നമുക്കിവിടെ 1 ലിറ്റർ മിൽക്കായിരുന്നു. 2 ഐഡൻറ്റിക്കൽ ബോട്ടിലോട്ട് നമ്മളത് നിറച്ചു. അപ്പം 2 കുപ്പികളിൽ നിറയ്ക്കുമ്പം ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ കാണും? 1/2 ലിറ്റർ കാണും. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയിലുള്ള പാലിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു കുപ്പിയിൽ 1/2 ലിറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കുപ്പി എടുത്ത് അതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് അരയുടെയും 1/4 ഭാഗമാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ അത് അത്രയും എടുത്താണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്. അപ്പം എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയെന്നാണ് ചോദ്യം. അപ്പം അരയുടെയും എന്തെടുക്കണം? 1/4 ഭാഗം എടുക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് യൂസ്ഡ് ടു മേക്ക് ടീ, ചായ ഉണ്ടാക്കാൻ എടുത്ത പാലിൻ്റെ അളവെന്ന് പറയുമ്പോൾ എന്ത് വരും? ഹാഫ് ഓഫ് 1/4, 1/2 ഇൻറ്റു 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4. അപ്പോൾ ആദ്യമേ ഇവിടെ നോക്കണം. ആദ്യം ഒരു കുപ്പിയിൽ എത്രയുണ്ട്? ഹാഫ്.
ഇനി അതിൻ്റെ എത്ര ഭാഗമാണ് ചോദിച്ചേക്കുന്നത്, ആ ഭാഗം ഇൻറ്റു നമ്മുടെ ആ ഒരു കുപ്പിയിലുള്ളത്, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പോൾ 1/8 ലിറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് മില്ലി ലിറ്ററിലാക്കിയാലോ എന്നും ചോദിച്ചിട്ടുണ്ട്. മില്ലി ലിറ്റർ കൺവേർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ 1/8 ലിറ്റർ എന്നുള്ളത് 1/8 ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ 1000നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 125 മില്ലി ലിറ്റർ. മൂന്നാമത്തെ ചോദ്യം, 1 കിലോഗ്രാം യാം ഈസ് കട്ട് ഇൻറ്റു 3 ഈക്വൽ പീസസ്. വൺ ഓഫ് ദ പീസസ് ഈസ് ഹാഫ്ഡ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദിസ് പീസ്? 1 കിലോഗ്രാം ചേന 3 സമഭാഗങ്ങളാക്കി. അതിലൊരു ഭാഗം വീണ്ടും പകുതിയാക്കി. ഈ കഷ്ണത്തിൻ്റെ തൂക്കം എത്ര കിലോഗ്രാം ആണ്? അപ്പം 1 കിലോഗ്രാം ചേനയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് തിരിച്ചു. അപ്പോഴത്തേക്ക് എത്രയായി? ഒരു ഭാഗം എന്ന് പറയുന്നത് 1/3 പോർഷനാണ് അല്ലേ? 1/3 പാർട്ടാണ്, 1/3 ആണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ 1/3യുടെ നമ്മൾ എന്ത് ചെയ്തു? പകുതിയാക്കി. വൺ ഓഫ് ദ പീസ് ഈസ് ഹാഫ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലൊരു ഭാഗം നമ്മൾ വീണ്ടും പകുതിയാക്കി. അപ്പം 1/3യുടെയും പകുതിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 1/3 ഇൻറ്റു ഹാഫ്, അതായത് 1/6. 3 ഇൻറ്റു 2 6. അപ്പം ഒരു കഷ്ണത്തിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 1/6 കിലോഗ്രാം. നാലാമത്തെ ചോദ്യം, ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. എ തേർഡ് ഓഫ് ദം ആർ ഇൻ ദ മാത്ത് ക്ലബ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആർ ദേ? ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി പെൺകുട്ടികളാണ്. അവരിൽ 1/3 കുട്ടികൾ ഗണിത ക്ലബിലുണ്ട്. ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണ്? ഇപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളുണ്ട്, അതിൻ്റെ പകുതിയോളം ഗേൾസാണ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എത്ര വരും? ഹാഫ്. ഇനി എ തേർഡ് ഓഫ് ദം ആർ ഇൻ മാത്ത് ക്ലബ്ബ്. ഇനി ഈ ഗേൾസിലെ ഈ ഹാഫ് പോർഷനിൽ നമ്മൾ എ തേർഡ് ഓഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/3, അതായത് 1/3 പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1/3 ഗേൾസ് മാത്ത് ക്ലബ്ബിൽ ഉള്ളതാണ്, ഗണിത ക്ലബ്ബിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗണിത ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്? നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ മാത്ത് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇതിൻ്റെ 1/3 പോർഷൻ, അത് 1/2 ഓഫ് 1/3. ഇപ്പോൾ 1/2 ഇൻറ്റു 1/3 എന്ന് വരും, അതായത് 1/6. 2 ഇൻറ്റു 3 6. അപ്പോൾ 1/6 എന്ന് വരും. അപ്പം ഇവർ ക്ലാസ്സിലുള്ളവരുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ 1/6 പാർട്ട് ഓഫ് ദ ടോട്ടൽ ക്ലാസ്. ക്ലാസ്സിലുള്ളവരുടെ 1/6 ഭാഗമാണ് ഇവർ. അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇതുപോലെ കുറേ തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെത്താനെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിലൊരെണ്ണം മാത്രം ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ചോദ്യം. 1/4 ഓഫ് 1/2. 2/1 4 ഒരു ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഗുണിക്കുക. 1/2 ഇൻറ്റു 1/4. ഇത് നമ്മൾ 1/4 ഇൻറ്റു 1/2 എന്ന് എഴുതിയാലും 1/2 ഇൻറ്റു 1/4 എന്ന് എഴുതിയാലും തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യുക. 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 ഈക്വൽ ടു 1/8. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ താഴെ കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാവരും തന്നെത്താനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ JS Maths Corner.